സ്തോത്രം സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 23 വരെയുള്ള വാക്യത്തിൻ്റെ 2-ാം ക്ലിപ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഞാൻ ഈ പറയുന്നത് അടുക്കായിട്ട് കേട്ട് പഠിക്കാനായി പറയുന്നത്. സീരിയൽ അടുക്കടുക്കായിട്ട് കേട്ട് പഠിക്കണം. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നമ്മുടെ ഭൗതിക അനുഗ്രഹങ്ങൾ തന്ന് നമ്മളെ അനുഗ്രഹിച്ച് കുറേ ലോകത്തുള്ള കോടീശ്വരന്മാരെ പോലെ ജീവിച്ച് നരകത്തിൽ പോകാനല്ല കർത്താവ് വന്നത്. കർത്താവ് വന്നത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ നടപ്പിലാക്കാനാണ് വന്നത്. ആത്മാവിൻ്റെ രക്ഷ നടപ്പിലാക്കാൻ വന്ന ഒരവതാരവും യേശുക്രിസ്തു അല്ലാതെ ഈ ഭൂമിയിൽ ആരുമേ ഇല്ലവേ ഇല്ല. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ലവേ തന്നെ, ഇല്ലവ തന്നെ, ഇല്ലവ തന്നെ. യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് ആത്മാവിൻ്റെ രക്ഷ. ഇന്നത്തെ ആത്മീയ ഗോളം ഈ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കണം. സഹോദരന്മാരെ, നിങ്ങൾക്ക് ജോലി ഉണ്ടാകാം, നിങ്ങൾക്ക് പണമുണ്ടാകാം, നിങ്ങളുടെ മക്കൾ ഗൾഫിലായിരിക്കാം, നിങ്ങളുടെ മക്കൾ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടാകാം. ഇതൊക്കെ നല്ലതാണെങ്കിലും ഇതൊന്നും ആത്മരക്ഷയ്ക്ക് പ്രയോജനമല്ലെന്ന് ഇന്ന് പകൽക്കാലം നന്നായിട്ട് മനസ്സിലാക്കണം. ഒരുവൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ ഒരു പ്രയോജനമില്ല. ആത്മാവിൻ്റെ രക്ഷ നേടാനുള്ള വഴി കർത്താവായ യേശുക്രിസ്തു തന്നിരിക്കുന്ന പഥ്യവചനം, പഥ്യോപദേശം അനുസരിച്ച് ജീവിക്കുക. ഞാനോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണ് ഏകപ്പവും വഴി. പണം കൊണ്ട് നമുക്കൊരു ചുക്ക് നേടാൻ കഴിയത്തില്ല. പണം വേണ്ടെന്ന് ഞാൻ പറയത്തില്ല. നമുക്ക് ആവശ്യത്തിന് പണം വേണം. ക്രമാതീതമായി പണം വന്നാൽ നമ്മുടെ അസ്വസ്ഥതയ്ക്ക് അത് കാരണമാകുമെന്ന് ഭക്തന്മാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ആ ചെറുപ്പക്കാരിലേക്ക് എപ്പോഴും വിരൽ ചൂണ്ടുന്നത്. നീ ദൈവരാജ്യം പ്രാപിക്കണമെങ്കിൽ ഇതെല്ലാം കൂടി കെട്ടിപ്പുറക്കി എൻ്റെ പിറകെ വന്നാൽ നടക്കില്ല. ഇതെല്ലാം വിറ്റെന്ത് ചെയ്യണം? ഇന്ന് വരെയും പെന്തക്കോസുകാരുടെ തലയിലോട്ട് അത് കയറിയിട്ടില്ല. എടാ, വിറ്റുപറക്കി ദരിദ്രർക്ക് കൊടുത്തിട്ട് നിനക്ക് ആവശ്യമുള്ളത് മാത്രം വെച്ച് സക്കായി ജീവിച്ച പോലെ ജീവിച്ച അങ്ങയല്ല. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യും? തട്ടിപ്പോകും. ഈ കയ്യിലിരിക്കുന്നത് അനീതിയുള്ള മാമോൻ എന്ന് പറഞ്ഞ സമ്പത്താ, അനീതിയുള്ളതാ അത്. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം. അപ്പൊ പണമുള്ളിടത്ത് ഹൃദയം ഇരുന്ന ഹൃദയം കർത്താവിൽ നിന്ന് പോകൂലേ? പിന്നെന്താ മനസ്സിലാകാത്തെ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ഇച്ചിരി ഗൗരവത്തിലാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട. ഗൗരവത്തിലുള്ള കാര്യങ്ങൾ ഗൗരവത്തോടെ തന്നെ പറയണം. തമാശ പറഞ്ഞ് പഠിപ്പിക്കാനുള്ളതല്ല. ദൈവവചനം പറഞ്ഞ് കൊക്കൊക്കെ വെച്ച് ചിരിപ്പിക്കാനുള്ളതല്ല പ്രസംഗം. ഇത് പലരും അത് ചെയ്തുകൊണ്ടിരിക്കുക. 8 പോക്കറ്റുമായിട്ട് ഇറങ്ങിയിരിക്കുക ഒരുത്തൻ, ഒരു ബഹുമാനപ്പെട്ട പാസ്റ്റർ. പ്രായമുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ പറയാവും. 8 പോക്കറ്റാന്നാണ് പറയുന്നത്. പുള്ളിയുടെ 8 പോക്കറ്റിലിട്ടിട്ടാൽ സുവിശേഷ വേലയ്ക്കാണ്. അപ്പോൾ വേറെ പോക്കറ്റിലിട്ടിട്ടാൽ സുവിശേഷ വേലയ്ക്കാവൂലേ? എന്തിനാണ് ഈ പൊട്ടത്തരം പറഞ്ഞ് ഈ വയസ്സുകാലത്ത് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ്. ഞങ്ങൾക്ക് തരുമ്പോഴാണ് സുവിശേഷ വേലയാകുന്നത്. ഏത് പുസ്തകത്തിലാണ് ഉള്ളത്? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ച് പഠിപ്പിക്കുന്നവരാണെങ്കിൽ പിന്നെ പോട്ടെന്ന് വെക്കാം. ആടുകളെ നടത്തുന്നവർ ആടുകളുടെ പാലുകൊണ്ട് ഉപജീവിക്കണം. അത് വ്യവസ്ഥയാ. അപ്പോസ്തലന്മാര് കൈകൊണ്ട് അധ്വാനിച്ചെങ്കിലും സഭകളിലുള്ള സ്തോത്രാഴ്ചകളും ദശാംശങ്ങളൊക്കെ അവർ സ്വീകരിച്ചിരുന്നു. വചനത്തിലുണ്ട്, അതിനൊക്കെ ഒത്തിരി തെളിവുകളുണ്ട്. ഞാനതൊന്നും എടുത്ത് വിവാദ വിഷയമാക്കുന്നില്ല. കാരണം സ്തോത്രാഴ്ച ദശാംശം പ്രസംഗിക്കുമ്പോൾ ഇയാളൊരു ദ്രവ്യാഗിരിയാണെന്ന് പറയും. എനിക്കങ്ങനെയുള്ള പേര് വേണ്ട. എനിക്ക് ദ്രവ്യാഗിരി എന്നുള്ള പേര് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ വാങ്ങുമെന്നല്ലാതെ ആരുടെയും പൈസ മോഹിച്ച് നടക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ വരുന്ന സമയത്ത് ഈ ലോകത്ത് നിന്ന് അങ്ങ് മരിച്ചങ്ങ് പൊക്കോട്ടെ ഞാൻ. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ആത്മീക ശുശ്രൂഷ എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കണം. ഒരു വിശ്വാസിയെ ഇവിടെ നമ്മൾ പഠിക്കുന്ന ആ പഠനം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ലഭിച്ച ദൈവകൃപത്തോടെ ഞാൻ പ്രധാന ശില്പിയായിട്ട് സ്ഥാനം വിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. അപ്പോൾ പൗലൂസിൻ്റെ പണി കഴിഞ്ഞു, പൗലൂസ് പോയി. മറ്റൊരുത്തൻ മീതെ പണിയുക. കണ്ണ് രണ്ട് ഇങ്ങനെ തുറന്നിരിക്കുക, വെള്ളം ഒടിച്ച് കണ്ണ് കഴുകിക്കോണം ഇടയ്ക്കിടയ്ക്ക്. മറ്റൊരുത്തൻ മീതെ പണിയുക. പൗലൂസ് പണിതുപോയ ആ പണിയുടെ വ്യവസ്ഥയുടെ മേൽ വേറൊരുത്തൻ പണിയുക. അതിനുള്ള വ്യവസ്ഥയാണ് പൗലൂസ് പറയുന്നത്. ദൈവസഭയുടെ പണിയാണ് ഇവിടെ കുറിച്ച് പറയുന്നത്. ബഹുമാനപ്പെട്ട പാസ്റ്റർമാരും വിശ്വാസികളൊക്കെ ഇതൊന്ന് കേട്ടോണം.
ഇതൊന്നും പറയാൻ ഇവിടെ ആളില്ല. നിനക്ക് ഫ്ലാറ്റ് തരുന്നു, വീട് തരുന്നു, കാറ് തരുന്നു, ലോറി തരുന്നു എന്ന് പറയാൻ ആളുള്ളൂ. ദൈവസഭ പണിയുന്ന ഉപദേശത്തെക്കുറിച്ച് പണിയാനായിട്ട് ഇവിടെ ആള് കുറവാ. ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ. അതിലൊന്നാ ഞാൻ. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. പൗലൂസ് പണിത വ്യവസ്ഥ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. തൻ്റെ 14 ലേഖനങ്ങളിൽ അത് കിടപ്പുണ്ട്. അപ്പോസ്തലന്മാരുടെ മറ്റ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ എഴുതിയ ലേഖനങ്ങളിലും അത് കിടപ്പുണ്ട്. 5 അപ്പോസ്തലന്മാരാണ് നമുക്ക് ഉപദേശം തന്നിരിക്കുന്നത്. പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ. അതിൽ ഇതിൽ കിടപ്പുണ്ട്. ലൂക്കോസ് എഴുതിയ വാക്കിനാലുള്ള പ്രമാണം, പ്രവൃത്തി പുസ്തകം. നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം, 2 തെസ്സലോനി 2:15. ആ പ്രമാണത്തിൽ ഇത് കിടപ്പുണ്ട്, ഉപദേശം. ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ, നിങ്ങളിത് പഠിച്ച് പ്രസംഗിച്ച് വിശ്വാസികളെ മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് പണിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പണി വൃഥാവാണ്. ഒരു ഗുണവുമില്ല. നിങ്ങൾ കഞ്ഞി കുടിക്കും, കാറ് മേടിക്കും, വീട് വയ്ക്കും, അമേരിക്കയിൽ പോകും, ലണ്ടനിൽ പോകും. പാസ്റ്റർമാര് വിസ കിട്ടാൻ കാത്തു കിടക്കുക. പാസ്റ്റർമാര് വിരാശികളായ വിശ്വാസികൾ വരുമ്പോൾ അവരുടെ പിറകെ തെണ്ടി നടക്കുക, അവർ വിസയ്ക്ക് വേണ്ടി. എനിക്കൊരു വിസ ഒരു സഹോദരൻ തന്നിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിരസിച്ച് കളഞ്ഞു. എന്താണെന്ന് ചോദിക്കും. പാസ്റ്ററിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ലേ? ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ദൈവഹിതമല്ലെന്ന് മനസ്സിലായി. ആ പോക്ക് ദൈവഹിത പ്രകാരമല്ല. ആ പുള്ളി ജഡത്തിലാണ് എന്നെ കൊണ്ടുപോകാൻ നോക്കുക. എനിക്ക് വേണ്ട. വിദേശത്ത് പോകുന്നതോടെ എതിരില്ല. ആരെങ്കിലും 10 പൈസ അവർ തരുന്നെങ്കിൽ ഞാൻ എതിരല്ല അതിന്. ദൈവം അയക്കുന്നെങ്കിൽ പോവുക. അവരെന്തെങ്കിലും തരുന്നെങ്കിൽ സ്വതന്ത്രത്തോടെ മേടിക്കുക. കണക്ക് പറഞ്ഞ് മേടിക്കരുത്. കണക്ക് പറഞ്ഞ് മേടിക്കുന്നവനെല്ലാം വ്യാജ സുവിശേഷകന്മാരാണ്. അവർ നരകത്തിൻ്റെ സുവിശേഷകന്മാരാണ്. ഏത് മഹാനാണെങ്കിലും കൊള്ളാം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്നത് താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ. എന്താ അങ്ങനെ പറയാനുള്ള കാര്യം പറഞ്ഞേ? കാരണം പണി നമുക്ക് ഇഷ്ടപ്രകാരമുള്ള പണിയാകരുത്. പാട്ടുപാടി ദൈവസഭ പണിയാൻ പാടില്ല. സൽപ്രവൃത്തികൾ ചെയ്ത് ദൈവസഭ പണിയാൻ പാടില്ല. പാമ്പിടിച്ച വിശ്വാസികൾക്ക് ചോറ് പിടിച്ചു കൊടുത്ത് ബിരിയാണി കഴിച്ചു, അതൊന്നും ദൈവസഭയാണ്. അതൊക്കെ നമ്മൾ ചെയ്യുന്ന ഔദാര്യങ്ങളാ. അതൊക്കെ ആ പണിക്കൊരു പ്രയോജനമായിരിക്കാം. ഓക്കെ, ഞാൻ സംഭവിക്കും. ദൈവസഭ പണിയാൻ വ്യവസ്ഥയുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയാൻ. വരുന്ന വാക്യം, യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനം അല്ലാതെ മറ്റൊന്നിടാൻ ആർക്കും കഴിയുകയില്ല. അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉപദേശ സംഹിത, അടിസ്ഥാന ഉപദേശങ്ങൾ. മനസ്സിലായോ? പൗലൂസ് പണിത് അങ്ങോട്ട് മാറി അടുത്തവൻ പണിയാനായിട്ട് വരിക. സാമ്പോൾ പാസ് പണിയാൻ വരിക, KP യോഹന്നാൻ സാറ് പണിയാൻ വരിക, തങ്കു പണിയാൻ വരിക, തോമസ് കുട്ടി പണിയാൻ വരിക, ഡാമിൻ പണിയാൻ വരിക, ജോൺ താര് പണിയാൻ വരിക, രാമച്ചാൻ പണിയാൻ വരിക, വലിയ വലിയ മഹാന്മാർ പണിയാൻ വരിക. എൻ്റെ ബഹുമാനപ്പെട്ട മാഷന്മാരെ, നിങ്ങൾ ബഹുമാനം അർഹിക്കുന്നില്ലെന്നല്ലോ, ഓക്കെ. എങ്കിലും ഞാൻ നിങ്ങൾക്ക് തന്ന് പറയുക, നിന്റെ പണി നീ ഏത് നിലയിൽ പണിയുന്നെന്ന് സൂക്ഷിച്ചു വേണം. ഓരോരുത്തരും എങ്ങനെ പണിയുന്നു എന്ന് താൻ നോക്കിക്കൊള്ളട്ടെ. എന്താ കാര്യം? വ്യവസ്ഥ പ്രകാരം പണിതില്ലെങ്കിൽ എന്താ പറ്റും? ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. പാസ്റ്റർമാര് പണിത പ്രവൃത്തി തീ ശോധന ചെയ്യും. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ പണിയുന്ന പണി മുഴുവൻ എന്ത് ചെയ്യും? വെന്തുപോകും. അങ്ങനെ മറുപടി പറ. വെന്തുപോകും. എങ്ങനെ വെന്തുപോകും? ഫിനഹാസും ഒപ്നിയും വെന്തുപോയതുപോലെ വെന്തുപോകും. സഭ പണിയാനായിട്ട്, സഭ കൂടി വരാനായിട്ട്, സഭയിലെ പാസ്റ്റർമാരായിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം സഭ കെട്ടിപ്പടുക്കാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കുള്ള മുന്നറിയിപ്പാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് തോന്നിയതുപോലെ പണിയാൻ വചനം അനുശാസിക്കുന്നില്ല. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാന ഉപദേശപ്രകാരം വേണം കൂടി വരവുകൾ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ, സഭ പണിയാൻ. ഞങ്ങളുടെ പിതാക്കന്മാരായിട്ടുള്ള ഞങ്ങൾക്ക് കുറേ ഉപദേശകന്മാർ അവർ പറയും കൂടി വന്നിരുന്ന് അങ്ങോട്ട് സ്തോത്രം ചെയ്യും.
സ്വോത്രം ചെയ്ത് സ്വോത്രം ചെയ്ത് സ്വോത്രം ചെയ്ത് അങ്ങ് ആത്മാവിലാകും. ആത്മാവിലായിട്ട് എന്ത് ചെയ്യും? ആത്മാവിലങ്ങ് ആരാധിക്കും. അവർ പറയുന്ന മണിക്കൂറുകൾ ആരാധിക്കുമെന്ന്. ഇവിടെ ഇപ്പോൾ 10 മിനിറ്റ് ആരാധിക്കുമ്പോൾ യുത്തിക്കോസിനെ പോലെ കുഴഞ്ഞ് വീണങ്ങ് ചായുക ആൾക്കാർ, അല്ലെങ്കിൽ ഉറക്കം തൂങ്ങിയിരിക്കുക. പിന്നെ എന്നെ ആരാധിക്കാനാ? ഹല്ലേലൂയ. എൻ്റെ ഗൗരവത്തോടുള്ള ഈ പഠനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നെഹമ്യാവിന്റെ പുസ്തകത്തിലുണ്ട് സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്നവർ. പുതിയ നിയമസഭ സ്തോത്രം പറഞ്ഞ് ആരാധിക്കണം. സ്തോത്രം പറഞ്ഞാൽ പിതാവായ യേശുക്രിസ്തുവിന് പുത്രൻ മുഖാന്തരം മഹത്വം കൊടുക്കുന്നതിനാണ് സ്തോത്രം എന്ന് പറയുന്നത്. സ്തോത്രം പറഞ്ഞ് ആരാധിക്കണം. സ്തോത്രം പറഞ്ഞ് ആത്മാവിലായി അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കണം. ആത്മാവിൽ പാടണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. അപ്പം ഒരുത്തിന് ഉപദേശമുണ്ട്. ഉപദേശം എഴുത്തേറ്റ് പറയും. ചിലപ്പോൾ വെളിപ്പാടുണ്ട്. ഇന്നൊക്കെ വെളിപ്പാടിന് വരെ വെളിവുകേടാ ഉള്ളത്. ഉപദേശത്തിന് വരെ ദുരുപദേശം ഉള്ളത്. ഊതിയിടുക, ഉന്തിയിടുക, കുരപ്പിക്കുക, ചിരിപ്പിക്കുക, ഛർദ്ദിപ്പിക്കുക, ഇതെല്ലാം ചെയ്തിട്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് ശുശ്രൂഷ ചെയ്തെന്നും പറഞ്ഞ് വിശ്വാസികളെ പറ്റിച്ച് കാശ് മേടിച്ചുകൊണ്ട് പോയി സുഖകരമായി ജീവിച്ച് നരകത്തിൽ പോകുന്ന ഒരു വലിയ സമൂഹമായി ഇന്നത്തെ യൂത്ത്സ് മാറിയിരിക്കുന്നു. എല്ലാവരുമല്ല, ഒരു വലിയ സമൂഹം. അതുകൊണ്ട് എനിക്ക് കർത്താവ് തന്ന വചനത്തിൻ്റെ വെളിപ്പാട് ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു. യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനമല്ലാതെ പണിത് കഴിഞ്ഞാൽ നീ ഒരു ഫിനഹാസോ ഒഫ്നിയോ ആയിത്തീരും. ദഹിച്ചു പോകും. നീ നരകാഗ്നിയിൽ കിടന്ന് യാതനാ സ്ഥലത്ത് കിടന്ന് ധനവാൻ വിളിച്ചതുപോലെ വിളിക്കേണ്ടി വരും. ഞാൻ ഈ തീജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കും. എത്ര കഷ്ടമാണെന്ന് നോക്കി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളാരും ഈ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൻ്റെ വ്യവസ്ഥ മനസ്സിലാക്കാതെ സഭ പണിയാനായിട്ട് നമ്മൾ തുടങ്ങരുത്. ആ ദൗത്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങരുത്. എന്താ പാസ്റ്റർ ഗൗരവത്തോടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ പിന്നിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഇത് കുട്ടിക്കളിയല്ല, ഇത് കോലുകളിയല്ല. കോലുകളി രൂപപ്പെട്ടാണ് ക്രിക്കറ്റ് വന്നെന്നാ പറയണേ. ശരിയായിരിക്കാം. അതുപോലെയുള്ള കോലുകളിയും കുട്ടിക്കളിയും ക്രിക്കറ്റ് കളിയല്ല ദൈവസഭ. ദൈവസഭ നമുക്ക് കളിക്കാനുള്ളതല്ല. പണ്ടൊക്കെ ഞങ്ങൾ പോയിരുന്ന ചർച്ചിൽ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രസ്റ്റിംഗ് എന്നൊരു പ്രോഗ്രാം നടത്തും. ഒരു സ്പൂണ് വായിലിങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഇവിടെ അവർ നാരങ്ങ വയ്ക്കും. 5 പേർക്ക് 6 പേർക്ക് ഇല്ലേ നാരങ്ങ വെച്ചിട്ട് ഈ നാരങ്ങ വീഴാതെ ഒരു 20-25 മീറ്റർ നടന്നെത്തണം. പാസ്റ്റർമാരിങ്ങനെ നോക്കി ഇന്നിങ്ങനെ ഏലയിട്ട് തരും. അവർക്ക് അതല്ലേ അറിയുള്ളൂ. ഏലയിട്ട് വിശ്വാസികളുടെ കാശ് മുഴുവൻ പോക്കറ്റാക്കണ പരിപാടി അവർക്കുള്ളൂ. അതുകൊണ്ട് അവരിങ്ങനെ ഏലയിട്ട് തരും. നമ്മളിങ്ങനെ പോവും. പെട്ടെന്ന് അപ്പോൾ 1ാം സമ്മാനം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും വിലപ്പിടിപ്പുള്ളതായിരിക്കും. അത് കിട്ടാൻ വേണ്ടി ഒട്ടുമുക്കാലും നാരങ്ങയും സ്പൂണും ഒക്കെ വായിന്ന് പോകും. ഒരു ഗുണമില്ലാത്തത്. ചിലർ അവിടം വരെ പയ്യെ ഈ ആമ നടക്കുന്ന പോലെ നടന്ന് അവിടെ ചെന്ന് നാരങ്ങയും സ്പൂണോടുകൂടി അവിടെ ചെന്ന് സമ്മാനം മേടിച്ച് അവരും നരകത്തിൽ പോവുക. ദൈവസഭയിൽ നടക്കുന്ന കാര്യങ്ങളാ. പാട്ട് മത്സരം, പ്രസംഗ മത്സരം, നാരങ്ങ കടിച്ചു പിടിച്ചുള്ള മത്സരം, കസേര കളി. ഒരു കസേര ഇങ്ങനെ വെച്ചിട്ട് കുറേ വട്ടത്തിൽ കസേര വെച്ചിട്ട് 15 കസേര വെച്ചിട്ട് 16 പേരെ ഇങ്ങനെ ഓടിച്ചു വന്നിട്ട് ഒരു 15 പേര് ഇരിക്കും. ഒരുത്തും തള്ളപ്പോൾ അവനെ തള്ളിക്കും. പിന്നെ കസേര ഒന്ന് മാറ്റും, ആളെ മാറ്റും. ഇങ്ങനെയുള്ള കസേര കളിയല്ല ദൈവസഭ. കോലുകളിയല്ല ദൈവസഭ. ദൈവസഭ വിശുദ്ധമാണ്. ദൈവസഭയ്ക്ക് വേണ്ടി മുതൽ മുടക്കിയവനുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം മുടക്കി ദൈവം വിലയ്ക്ക് വാങ്ങിയ സഭ നമ്മുടെ ഇഷ്ടപ്രകാരം മുന്നോട്ട് നയിക്കാനുള്ളതല്ല. ഹല്ലേലൂയ. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ദൈവസഭയ്ക്ക് ലിഖിതമായൊരു പ്രമാണമുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. അതനുസരിച്ച് ഒരു മനുഷ്യനും, അത് തെറ്റിച്ച് ഒരു മനുഷ്യനും അങ്ങ് ചെന്നെത്താൻ പറ്റുകയില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞൊരു മഹത്തരമായ സത്യം നമ്മൾ കാണാതെ പോകരുത്. അതിൻ്റെ 5-ാം അധ്യായത്തിൽ, ആകയാൽ
ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ. അപ്പൊ ദൈവസഭയെ ഉപദേശങ്ങൾ അഴിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. പിന്നെ ദൈവസഭയുടെ ഉപദേശത്തെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. നമ്മൾ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണ്? ദൈവസഭയുടെ ഉപദേശം ആചരിച്ചു പഠിപ്പിക്കുന്നവരാണോ അതോ അഴിച്ചു പഠിപ്പിക്കുന്നവരാണോ? നിങ്ങൾ തന്നെ വിലയിരുത്തിക്കും. അഴിച്ചു പഠിപ്പിച്ചാൽ എന്ത് പറ്റും പാസ്റ്ററെ? അവന്റെ പ്രവൃത്തി ശോധന ചെയ്യുമ്പോൾ അവന്റെ പ്രവൃത്തി വെന്തുപോകും. ദൈവവചനം കോട്ടിക്കളഞ്ഞ് കൂട്ടുചേർത്ത് മറിച്ച് കളഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ട്. ഇന്റർനാഷണൽ പാസ്റ്റർമാരിൽ നല്ലൊരു ശതമാനം അതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ദൈവസഭയുടെ ഉപദേശത്തെ കൂട്ടുചേർത്ത് കോട്ടിക്കളഞ്ഞ് മറിച്ച് കളഞ്ഞ് തെറ്റിച്ച് പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ കൂട്ടുചേർക്കുന്നവരെ പോലെയല്ല, ഞങ്ങൾ കോട്ടിക്കളയുകയല്ല, ഞങ്ങൾ സത്യവചനത്തെ യഥാർത്ഥമായി പഠിപ്പിക്കുന്നവരാണ്. അങ്ങനെ ആയിരിക്കണം ഒരു പാസ്റ്റർ. ഉപദേശം അറിയില്ലെങ്കിൽ മാറിയിരിക്കണം. ഉപദേശം കൊണ്ടാണ് സഭ പണിയുന്നത്. ഉപദേശം പറയുമ്പോൾ വിശ്വാസി ആ ഉപദേശത്തെ കേട്ടങ്ങോട്ട് അനുസരിക്കുമ്പോൾ ആത്മാവാണ് അവനെ പണിയുന്നതെന്ന് സ്തോത്രം എഫേസ്യ ലേഖനത്തിൽ നിന്ന് 2-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. ഞാൻ ആ വചനത്തിലേക്ക് മടങ്ങി വരുന്നു. എനിക്ക് ലഭിച്ച ദൈവകത്വം ഞാൻ ജ്ഞാനമുള്ള പ്രധാന ശില്പിയായി അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ. എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടാൻ ആർക്കും കഴിയില്ല. യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന പ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം, ക്രിസ്തുവിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ പ്രമാണം. ഗലാത്യർ 6:2 ഗലാത്യർ 6:2 വായിച്ചാട്ടെ. ഉറച്ചൊന്ന് വായിച്ചാട്ടെ. ഗലാത്യർ 6:2 വായിച്ചാട്ടെ. എനിക്ക് കാണാതെ അറിയാഞ്ഞിട്ടല്ല, വാക്യം കാണാതെ അറിയാം. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. മതി 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 മതി. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. പെന്തക്കോ സമൂഹമേ, സത്യവേദ പുസ്തകത്തിൽ 2 പ്രമാണം ഒത്തിരി കിടപ്പുണ്ടെങ്കിലും പ്രധാനമായിട്ട് 2 പ്രമാണമുണ്ട്. ഒന്ന് മോശയുടെ പ്രമാണം, ഒന്ന് ക്രിസ്തുവിന്റെ പ്രമാണം. നമ്മുടെ ക്രിസ്തുവിന്റെ പ്രമാണം നിവർത്തിക്കേണ്ടവരാണ്. എന്ന് വെച്ച് പഴയ നിയമം പ്രസംഗിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പഴയ നിയമത്തിലെ വിഷയങ്ങൾ പ്രസംഗിച്ച് തന്നെയാകണം. എന്നെക്കുറിച്ച് ചില പാസ്റ്റർമാർ പഴയ നിയമം കീറിക്കളയണമെന്നും പഴയ നിയമം പ്രസംഗിക്കേണ്ടെന്നൊക്കെ ചില കിംവന്തികൾ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. എനിക്ക് അവരോടൊന്നും പറയാനില്ല, സഹതാപമേ ഉള്ളൂ. ഞങ്ങൾ പുതിയ നിയമം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ ദാസൻ ഞങ്ങളെ കൊണ്ട് പഴയ നിയമം വായിപ്പിക്കത്തില്ല. പഴയ നിയമമൊക്കെ പറയും. കാരണം എന്താ? ഈ പുതിയ നിയമം ആദ്യം ഞങ്ങളുടെ ഹൃദയത്തിലോട്ടൊക്കെ അടിച്ച് കയറ്റണം അവളുടെ ചിന്ത. അതുകൊണ്ട് നിങ്ങൾ പഴയ നിയമം തുറക്കരുത്, ഈ പുതിയ നിയമം തന്നെ ഞാൻ പഠിപ്പിക്കാൻ പോവാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു? പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള അന്തരവും അത് നിഴലാണെന്നത് പൊരുളാണെന്നും ആ പഴയ നിയമം എന്താ, എങ്ങനെ പഠിപ്പിക്കുക, ഇതിൻ്റെ വ്യവസ്ഥകൾ എന്ത്, പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥ എന്തെന്ന് ശക്തമായി പഠിപ്പിച്ചു. ഇതൊക്കെ ആരും അറിയാതിരിക്കുന്ന കാര്യങ്ങളാണ്. പൗലോസ് പറയുന്ന ഗലാത്യർ 6:2 ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം. മറ്റുള്ള സഹോദരന്റെ ഭാരം നമ്മൾ ചുമക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കണം. യാക്കോബ് പറയുന്നത് രാജകീയ ന്യായപ്രമാണം നിവർത്തിപ്പീൻ, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. യോഹന്നാൻ 2-ാം ലേഖനം 9-ാം വാക്യം, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ വിട്ടുപോകുന്ന ഒരുത്തനും ദൈവമില്ല. ക്രിസ്തുവിന്റെ ഉപദേശം. 1 തീമോഥെയോസ് 6:3 കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും. പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായുമായിരിച്ചു അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. ആർക്കെങ്കിലും ഒരു പാസ്റ്ററിന് ഞാൻ ഈ പറഞ്ഞ വചനങ്ങൾ നിഷേധിക്കാൻ പറ്റുമോ? വചനത്തെ നിഷേധിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. വചനത്തെ നിഷേധിക്കുന്നവരാണ് ഇന്ന് കൂടുതൽ ഭൂമിയിലെ.
വചനം അതിൻ്റെ തനിമയിൽ പ്രസംഗിക്കുന്ന ഒരു കുറവാ. എനിക്ക് പറയാനുള്ളത് അക്കരെ പോണോ, ഈ ഉപദേശം അനുസരിച്ചേ പറ്റും. ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ നിൽക്കണം നമ്മൾ. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഭാഗം ഇതൊക്കെ ചോദിക്കുക, എന്തിനാ ഇത് എപ്പോഴും പറയുന്നത്? പലരും പുതുതായിട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുക, അവർക്ക് ഇതുകൊണ്ട് ഇത് കേട്ടേ പറ്റൂ. 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങൾ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവ് വിശദമായും തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണം. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങൾ, കർത്താവും അവൻ്റെ അപ്പോസ്തലന്മാരും തന്നത് കൽപ്പന അനുസരിക്കാനുള്ളത്, മറ്റത് മുൻപറഞ്ഞ വചനം. ഇതൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിലോട്ട് ശരിക്ക് കയറണം. ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനം ആരും നഷ്ടപ്പെടുത്തി കളയരുത്, തെറ്റിച്ച് കളയരുത്. ഈ പ്രമാണം എഴുതാൻ നേരത്ത് ആ എഴുത്തുകാരെഴുതുന്ന ചില രീതികളുണ്ട്. ഞാനത് ഇടയ്ക്കൊന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് വലിയ വിചിത്രമായിട്ട് തോന്നി. സർവ്വസ്വാതന്ത്ര്യ സഹിതം ഞങ്ങൾ ഇത്രാം നമ്പർ തീറാധാര പ്രകാരം ഞങ്ങളിൽ 2-ാം നമ്പറുകാരിക്കും തീർ സമ്പാദിച്ച് ഞങ്ങൾ ക്രയവിക്രയം ചെയ്ത സർവ്വസ്വാതന്ത്ര്യ സഹിതം കൈവശം വെച്ച് അടക്കി അനുഭവിച്ചു വരുന്നതും. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ ഈ മണ്ണ് ഞങ്ങൾ എന്ത് ചെയ്തു? കൈവശം വെച്ച് അടക്കി അനുഭവിച്ചു വരിക. എത്ര നാൾ അടക്കി അനുഭവിക്കും പറഞ്ഞു? ഈ ഭൂമി നമ്മുടെ പേരിൽ, എൻ്റെ പേരിൽ 2.5 സെന്റ് സ്ഥലം കിടപ്പുണ്ട്. ഇത് എത്ര നാൾ ഞാനിത് അടക്കി വെച്ച് അനുഭവിക്കുമെന്ന്? ഏറെ ആയാലും 70-80 സംവത്സരം. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഇട്ടിട്ട് ഒന്നിൽ നരകത്തിലോ അല്ലെങ്കിൽ വിശ്രാമ സ്ഥലത്തോ പോകാം, യാതനാ സ്ഥലത്തോ വിശ്രാമ സ്ഥലത്തോ പോകാം. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഞാൻ ഈ പ്രമാണം അനുസരിച്ചാൽ എനിക്ക് വിശ്രാമ സ്ഥലത്ത് പോകാം. അല്ലെങ്കിൽ കർത്താവ് വരികയാണെങ്കിൽ എനിക്ക് രൂപാന്തര ശരീരം കിട്ടും. കർത്താവ് വന്നില്ലെങ്കിൽ മരിച്ച് വിശ്രാമ സ്ഥലത്ത് പോകാം. പ്രമാണം വിട്ടാൽ ഞാനും മരിച്ച് യാതനാ സ്ഥലത്ത് പോകും. ഇത് നമ്മളൊന്ന് കുറിക്കൊള്ളണം, ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ സമ്പത്തോ നമ്മുടെ അറിവോ നമ്മുടെ കഴിവോ ഇതൊന്നുമല്ല നിത്യതയ്ക്ക് മാനദണ്ഡമെന്ന് മനസ്സിലാക്കണം. വചനം അനുസരിച്ചുള്ള ഈ ഭൂമിയിലെ ജീവിതം പൗലോസ് ഇട്ടിരിക്കുന്ന, യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാന പ്രകാരം പണിയണം. അതാ കർത്താവ് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ. നമുക്കതൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം എടുത്താട്ട് എല്ലാവരും 7-ാം അധ്യായം എടുത്താട്ട് 7-24 മുതൽ 27 വാക്യങ്ങൾ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനം വിട്ട ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചുരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളത് കൊണ്ട് വീടില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനെല്ലാം മണലിന്മേൽ വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചുരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. എൻ്റെ അർത്ഥം നരകമായിരുന്നു. എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, പൗലോസ് പറയുന്നു, ക്രിസ്തു വന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ വീട് പണിയുന്നവൻ. ക്രിസ്തു വന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനം, ഈ അടിസ്ഥാനത്തിനൊരു കല്ലുണ്ട്. ഏതായി കല്ല്? പറ. ഈ അടിസ്ഥാന കല്ല് ഏതാണെന്ന്? യേശുക്രിസ്തു. യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന മൂലക്കല്ല്, അങ്ങനെ പറയണം. യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന കല്ല്, മൂലക്കല്ല്. പറഞ്ഞു വരുന്ന കല്ല് അത് വേറെ, ക്രിസ്തു തന്നെയാ, അത് വേറെ വിഷയമാണ്, വേറെ സബ്ജക്റ്റാണ്. ഇവിടെ ഈ മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് വേണം പുതിയ നിയമ വിശ്വാസിയെ പണിതെടുക്കാൻ. എടുക്കുക വെളിപ്പാട് പത്രോസിന്റെ 1-ാം ലേഖനം എടുത്ത പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന് 4 വരെയുള്ള വാക്യങ്ങൾ കുറച്ചൊന്ന് വായിച്ചാട്ടെ. പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും പിന്നെയും പ്രസംഗിക്കാനായിട്ട് ദൈവാത്മാവ് ഹേമം തരികയാണ്. അതുകൊണ്ടാണ് ഇത് പ്രസംഗിക്കുന്നത്. കേട്ട വചനങ്ങളൊക്കെ ഇന്ന് പലരും എന്ത് ചെയ്തിരിക്കുക? പാറപ്പുറത്തും പിന്നെ മുള്ളിനിടയിലും വഴിയരികെ വീണ വിത്ത് പോലെ ആയിത്തീർന്നു. അതുകൊണ്ട് പിന്നെയും ദൈവാത്മാവിനോട് പറയുന്നു അത് പറയാൻ. അതുകൊണ്ട് ഞാൻ പിന്നെയും പറയുന്നു, 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ, ഉറച്ചു വായിച്ചാട്ടെ. മനുഷ്യർ തള്ളിയതെങ്കിലും
ആ ആ ആ പണിയപ്പെടുന്നു ഇടുന്നു പോകയില്ല. കാണുന്നുവല്ലോ, ആ മാന്യത ഉണ്ട്. ആ ആ അടുത്ത് ആ മതി മതി, അതിനവരെ വെച്ച് പിരിക്കുന്നു. അപ്പം ഇവിടെ നിന്ന് പഠിച്ചെടുക്കേണ്ട വിഷയം എന്താ? പൗലൂസ് പറയുന്നത് രണ്ടും കൂടി ഒന്ന് കൂട്ടി പഠിക്കാൻ പോവാണെങ്കിൽ ശ്രദ്ധിച്ചോണം. വചനം കൂട്ടിച്ചേർത്ത് പഠിക്കാൻ പോകണമെങ്കിൽ ശ്രദ്ധിച്ചോണം. ഈ കൂട്ടിച്ചേർത്തുള്ള പഠിപ്പിക്കലും നിന്നില്ല, വായി തോന്നുന്നതും മനസ്സിൽ തോന്നുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ആൾക്കാർക്ക് ഒരു പിടിയും കിട്ടാത്തത്. വല്ലതൊക്കെ പറഞ്ഞ് പിടിപ്പിച്ച് സ്വോത്രാഴ്ചയും പേടിച്ച് മുങ്ങുന്ന പാർഷന്മാരാണ് നമ്മുടെ ദൈവസഭയ്ക്ക് ശാപം. അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാത്തിടത്തോളം കാലം വിശ്വാസി ഒരെണ്ണം രക്ഷപ്പെടാൻ പോണില്ല. അതിനുള്ളത് ഉള്ളതുപോലെ അങ്ങ് തുറന്നു പറയുക. ഇവിടെ പൗലൂസ് പറയുന്നത് ഹല്ലേലൂയ, യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടാൻ ആരും കഴിയുകയില്ല. അപ്പം യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മൂലക്കല്ലിനോട് ചേർത്തുള്ള ഒരു പണിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പത്രോസ് പ്രസംഗിച്ച പ്രവൃത്തി പുസ്തകത്തിലെ 4-ാം വാക്യത്തിലെ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ അത് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഉപദേശം നമുക്ക് കിട്ടും. പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം എല്ലാവരും എടുത്തട്ടെ. പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം വാക്യം ഞാൻ പറയാം. 11-12, 4-11-12. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ലിവൻ തന്നെ, മറ്റൊരുത്തനും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ മതി, മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറെ. അപ്പോൾ യേശുക്രിസ്തു ആകുന്ന മൂലക്കല്ലിലാണ് ചേർത്ത് പണിയപ്പെടുന്നത്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്നത് കല്ല് ഇവൻ തന്നെ. യഹൂദന്മാരെ രക്ഷിക്കാനായിട്ട് യേശുക്രിസ്തു വന്നു. യഹൂദാഗ്രഹം പണിയാൻ വന്നപ്പോൾ മൂലക്കല്ലായ ക്രിസ്തുവിനെ ഇട്ട് പണിയാൻ തുടങ്ങിയപ്പോൾ ക്രിസ്തുവിനെ വേണ്ടെന്നും പറഞ്ഞ് അവർ തള്ളിക്കളഞ്ഞു, ചവിട്ടി പുറത്താക്കി. യഹൂദ ജാതി 2000 വർഷങ്ങളായി കൊടിയ പീഡ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന പ്രാവചനിക സൂക്തപ്രകാരം അവർ മടങ്ങി വന്ന് രാഷ്ട്രം സ്ഥാപിച്ചു. എങ്കിലും അവർക്ക് പീഡയുണ്ട്. അവസാന മഹോദരകാലത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഘോരമായ പീഡയോടുകൂടി മാത്രമേ അവർക്കുള്ള പീഡ അവസാനിക്കുകയുള്ളൂ. അതുവരെയും അവർ പീഡ അനുഭവിക്കേണ്ടി വരും. അവർ കുത്തിയവങ്കിലേക്ക് നോക്കാൻ വേണ്ടി, തള്ളിക്കളഞ്ഞവനെ സ്വീകരിക്കാൻ വേണ്ടി വലിയ ഒരു യുദ്ധം ഇസ്രയേൽ പർവ്വത നിരകളിൽ ഗോഗ് മാഗോഗിൻ്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അവർ 2 നശിച്ച് ആ ഒരു ഭാഗം കുത്തിയവങ്കിൽ നോക്കി വിലപിക്കുമ്പോൾ മാത്രമേ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഗോഗ് മാഗോഗിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ റഷ്യയുടെ നേതൃത്വത്തിൽ വന്ന അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾ ചിലതും മരിച്ച് ആ ഇസ്രയേൽ പർവ്വത നിരകളിൽ വീഴും. അവരുടെ മാംസം മൃഗങ്ങളും പക്ഷികളും ഭക്ഷിക്കാനിടയാണ്. അവരുടെ രക്തവും മാംസവും മൃഗങ്ങൾ നക്കി കുടിക്കും, മാംസം ഭക്ഷിക്കും, പക്ഷികൾ കൊത്തി കീറി വലിച്ചു തിന്നും. യെരുശലേമിൽ ഞാൻ ഗോഗ് മാഗിന് വലിയൊരു ശ്മശാന ഭൂമി ഒരുക്കും എന്ന യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38-39 അധ്യായം നന്നായി വായിച്ചു പഠിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിൽ നിന്ന് ഗ്രഹിച്ചു കൊള്ളണമേ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച വിഷയം, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് യേശുക്രിസ്തുവാണ്. ഇവിടെ പ്രവൃത്തി പുസ്തകത്തിൽ പൗലൂസ് പറയുന്ന പ്രവൃത്തി പുസ്തകത്തിൽ പത്രോസ് പറയുന്ന മറ്റൊരുത്തിന് രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട വേറൊരു നാമം. കോണിൻ്റെ മൂലക്കല്ലെന്ന് പത്രോസ് പറയുന്ന 4-ാം അധ്യായത്തിൽ പറയുന്ന കല്ല് യേശുക്രിസ്തുവാണ്. ബാബിലോൺ, മേദ്യ, പെർസ, ഗ്രീസ്, റോം 4 സാമ്രാജ്യങ്ങൾ ഈ ഭൂമിയിൽ ആവിർഭവിച്ചു. ശക്തമായ സാമ്രാജ്യങ്ങളായിരുന്നു.
അതിൻ്റെ അവസാനത്തെ അതിൻ്റെ ഒരു ഭരണമാണ് ഈ കളിമണ്ണും ഇരുമ്പും കൊണ്ടുള്ള ആ രാജാവ് കണ്ട ബിംബത്തിൻ്റെ കാലിൻ്റെ പോർഷൻ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കളിമണ്ണിൻ്റെ ഭരണമാണ്. BJP ആയാലും RSS ആയാലും വിശ്വ പരിഷത്തായാലും പിന്നെ കോൺഗ്രസ് ആയാലും പിന്നെ ഏത് പാർട്ടി ഭരിച്ചാലും, കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJPയോ 2020 ഏത് പാർട്ടി ഭരിച്ചാലും ജനം നന്നാകത്തില്ല. ജനത്തെ ഭരിക്കാനായിട്ട് 1000 ആണ്ട് വാഴ്ചയ്ക്കായി ദൈവപുത്രൻ വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. യേശുക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ച, യേശുക്രിസ്തു രാജാവായി വരുന്നു എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് അതിൽ നിന്ന് കേൾക്കാൻ കഴിയും. അത് കേട്ടുകൊള്ളുക. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ബൈബിൾ സ്റ്റഡി ബാർ പാസ്റ്റർ സാംബോൾ എന്നടിച്ചാൽ യൂട്യൂബിൽ ആ പ്രസംഗങ്ങൾ കിട്ടും. യേശുക്രിസ്തു രാജാവായി വരുന്നു. അത് നിശ്ചയമായിട്ട് നിങ്ങൾ കേൾക്കണം, കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പൗലൂസ് പറയുന്നതിലേക്ക് ഞാൻ കടന്നു വരിക. പൗലൂസ് എന്താ പറയുന്നത്? ഇട്ടിരിക്കുന്ന യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും ഇപ്പം മറ്റു പലതും ഇട്ടുകൊണ്ടിരിക്കുക. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റു പലതിനും പണി നടന്നുകൊണ്ടിരിക്കുക. ഓരോരുത്തർ കാശ് കൊടുത്ത് പണിയുന്നു, ബിരിയാണി കൊടുത്ത് പണിയുന്നു, പിന്നെന്താ പല നിലയിലുള്ള പണികളാണ് നടന്നുകൊണ്ട് ഇതൊന്നും ഗുണമാകത്തില്ല. ശരിയല്ലേ? ഇതൊക്കെ പ്രാരംഭ സമയത്ത് നമ്മൾ ചെയ്യുന്ന ചില സഹായങ്ങളാണ്, നല്ലതാണ്, ഞാനതിനെ എതിർക്കുന്നില്ല. അതങ്ങനെ തന്നെ പോട്ടെ. ഇതൊന്നും സഭാപണിയല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതിനുള്ള ചെറിയ ചില സഹായങ്ങൾ മാത്രമേ ഉള്ളൂ. സഭാപണി എന്നുള്ളത് ഒരുവൻ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്ത് പ്രസംഗിക്കുന്നു? മറ്റൊരുത്തിന് രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല, സർവ്വലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിച്ച യേശുക്രിസ്തു ആകുന്നു നമ്മുടെ രക്ഷിതാവെന്ന് കർത്താവിൻ്റെ ദാസന്മാർ പ്രസംഗിക്കുമ്പോൾ, ആ പ്രസംഗം കേട്ട് യേശു എൻ്റെയും പാപത്തിനു വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് ഒരുത്തൻ രക്ഷിക്കപ്പെടുന്നത്. ആ രക്ഷയുടെ പ്രാരംഭഘട്ടം, അതിന് സുവിശേഷത്തിൻ്റെ 1-ാം ഘട്ടം എന്ന് പറയുന്നു. യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് രക്ഷയിലേക്ക് നടത്തുക 1-ാം ഘട്ടം. 2-ാം ഘട്ടം ആ രക്ഷിക്കപ്പെട്ട് വരുന്നവനെ ദൈവസഭയുടെ ഉപദേശം പഠിപ്പിച്ച് ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തുന്ന 2-ാം ഘട്ടം. അതിനാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നത്. എന്നാൽ 2-ാം ഘട്ടമാ സഭ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സഭ ആത്മീയ കുരുടിലും ആത്മീയ ദാരിദ്ര്യത്തിലും ആത്മീയ നഗ്നതയിലും കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു കർത്താവിൻ്റെ ദാസൻ എഴുതിയ പുസ്തകത്തിൽ, ദൈവസഭാ നവീകരണം എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പേജ് ഞാൻ ഓർത്തു വെച്ച് മറന്നുപോയി, പിന്നീട് ഞാൻ പറയാം പേര്. ദൈവസഭ അതിൻ്റെ പാത വിട്ട് അപഥസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹലോ, ദൈവസഭ അതിൻ്റെ പാത വിട്ട് അപഥസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു, ദിശ വിട്ട് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവസഭ അതിൻ്റെ യഥാർത്ഥ പാതയിലേക്ക് മടങ്ങി വരണം. ഏതാണ് പാസ്റ്ററെ യഥാർത്ഥ പാത?